അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഇന്ന് ഞാനൊരു പച്ചക്കായ ഉലർത്തിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് പച്ചക്കായ മെഴുക്ക് പുരട്ടിയത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ശരിയെങ്കിൽ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. കായ ഉലർത്ത് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 2 പച്ചക്കായ കട്ട് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കഴുകിയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി കഴുകിയ വെള്ളത്തിൽ 5 മിനിറ്റ് ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം നല്ല വെള്ളത്തിൽ 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. ഇങ്ങനെ കഴുകിക്കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കായയിലുണ്ടാവുന്ന കറകളെല്ലാം പോയി കായ നല്ല ക്ലീനായിട്ട് കിട്ടും. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെമ്മീനാണ്. കുറച്ച് ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ കായ ഉലർത്തിയത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചുവന്നുള്ളിയാണ്. കായ ഉലർത്തിന് എപ്പോഴും സവാള ഇടുന്നതിനേക്കാൾ നല്ലത് ചുവന്നുള്ളി ഇടുന്നതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് പച്ചക്കായ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. അതിനുവേണ്ടി ഞാനൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടിയിലേക്ക് നമുക്ക് പച്ചക്കായ കട്ട് ചെയ്തതും ചെമ്മീനും പച്ചമുളകും വേപ്പിലയും ചേർക്കാം. പിന്നെ ഞാനിവിടെ ഉള്ളി പകുതിയേ ചേർക്കുന്നുള്ളൂ, ബാക്കി പകുതി നമുക്കൊന്ന് താളിക്കാൻ വേണ്ടതാണ്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് വേവിക്കാനായിട്ട് വെക്കാം. അടച്ചു വെച്ച് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനും കായയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നന്നായി വെന്ത് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം. അപ്പോഴേ നമ്മുടെ കായ ഉലർത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് താളിച്ചെടുക്കാം. അതിനു വേണ്ടി ഞാനൊരു ചെറിയ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കാം. ഉള്ളിയും വറ്റൽമുളകും നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 സ്പൂണോളം ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വറ്റൽമുളക് പൊടിച്ചെടുത്തതാണ്, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത വറ്റൽമുളകാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ മൂപ്പിച്ചെടുത്ത ഉള്ളിയെല്ലാം പച്ചക്കായയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചക്കായ ചെമ്മീൻ ഉലർത്ത് റെഡി ആയിട്ടുണ്ട്. ഈ കായ ഉലർത്ത് മാത്രമുണ്ടെങ്കിൽ തന്നെ ഒരു പ്ലേറ്റ് ചോറുണ്ണാം, അത്ര ടേസ്റ്റുള്ള കായ ഉലർത്താണത്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.